ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കെമിസ്ട്രിയെക്കാളും എത്രയോ ഭേദമാണ്. അപ്പോൾ 60 മാർക്കിനായിരുന്നു കേട്ടോ നമ്മുടെ എക്സാം. 11 പേജസാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഒന്നും കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസൊക്കെ തെറ്റി കാണുമ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് ഉള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൂഡ് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ഒന്നും കാണാറില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ 8 ക്വസ്റ്റ്യനിൽ നിന്നും 6 ക്വസ്റ്റ്യനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പേജിലുള്ള 4 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിലുള്ള ഒരു 2 എണ്ണം. ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയായിരുന്നു, പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇവിടെ ഒരു തെറ്റ് പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് ചെയ്തു. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എൻ്റെ ഒരു ഓപ്ഷൻ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 4 എന്നാണ് എഴുതിയത്, A ഇൻ്റർസെക്ഷൻ B എന്നാണ്. പക്ഷേ ആൻസർ A ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ. പിന്നെയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ പക്ഷേ ഞാൻ തേർഡ് ക്വസ്റ്റ്യനിൽ ഓപ്ഷന് C ആയിരുന്നു ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ കറക്റ്റ് ആൻസർ 0 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആൻസർ കീ നോക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. ഇനി എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫിസിക്സ് എക്സാം ആണല്ലോ വരുന്നത്, അതിന് പ്രിപ്പയർ ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ആൻസർ കീ ഒന്നും നോക്കാൻ നിന്നില്ല. നമുക്ക് NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ കുറച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു 4ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ വേറേതൊരു ക്വസ്റ്റ്യനുമാണ് NCERT ബേസ് ചെയ്തിട്ട് വന്നത്. പിന്നെ ഞാൻ ഈ 5th വൺ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ 7th വണ്ണും ആൻസർ ചെയ്തിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി ആ ചാപ്റ്റർ നമുക്ക് എടുത്തത് കുറച്ച് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഈസിയുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് അറ്റൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പാർട്ടിലും അതേപോലെ തന്നെ 9 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 6 അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇതിൽ 5 എണ്ണം തോന്നുന്നു അറ്റൻഡ് ചെയ്തത്. മെയിൻ റീസണ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേനും പകുതിക്ക് സ്റ്റക്കായിപ്പോയി. അങ്ങനെ അത് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ടൈം കിട്ടാതായത്. പിന്നെ ഈ 16ാമത്തിൽ ഒരു തേർഡ് വൺ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഏതായാലും കെമിസ്ട്രി എക്സാമിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് 3 ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ്. 6 മാർക്കാണ് കേട്ടോ അതിനുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ 17ഉം 18ഉം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അറിഞ്ഞൂടാ, പേപ്പർ കിട്ടി കഴിയണം. പിന്നെ 19 അത് ഞാൻ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, Aയും Bയും മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എക്സാമിൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ.